നമസ്കാരം, ഞാൻ നിഖിൽ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊരു ചൊല്ലുണ്ട്. ഞങ്ങളുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന കോപ്പൻഹാഗൻ നഗരത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ശരിയായിരുന്നു. വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമെന്ന നിലയ്ക്ക് ഞങ്ങളതിന് അത്ര വിനോദസഞ്ചാര പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നാണ് ശരി. എന്നാൽ ഇത് മണമുള്ള ഒരു മുല്ല തന്നെയാണ്. ഡെൻമാർക്കിൻ്റെ തലസ്ഥാന നഗരമായ കോപ്പൻഹാഗൻ യൂറോപ്പിൻ്റെ സഞ്ചാര ഭൂപടത്തിൽ അത്ര തിളങ്ങുന്ന ഒരു അധ്യായമൊന്നും അല്ലെങ്കിലും നിങ്ങൾക്ക് വളരെയധികം കാണുവാനും ആസ്വദിക്കാനും ഈ നഗരത്തിലുണ്ട്. കോപ്പൻഹാഗൻ്റെ ഒരു പ്രത്യേകത, ലോകത്തെ ഏറ്റവും സന്തോഷവതിയായ നഗരമാണ് കോപ്പൻഹാഗൻ. കാരണം ഡെൻമാർക്കാണ് ലോകത്തെ ഏറ്റവും സന്തോഷകരമായ രാജ്യം. ഇപ്പോൾ പണ്ട് 11-ാം നൂറ്റാണ്ട് മുതൽ ഒരു ചെറിയൊരു മത്സ്യബന്ധന ഗ്രാമമായി തുടങ്ങിയ കോപ്പൻഹാഗൻ പിന്നീട് ഡാനിഷ് നാവികസേനയുടെ ആസ്ഥാനമായി മാറുകയും പിന്നീട് ഡെൻമാർക്ക് രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമായി മാറുകയും ചെയ്തു. സ്റ്റോക്ക്ഹോമിൻ്റെ അത്രയും ഇല്ലെങ്കിലും കോപ്പൻഹാഗനും ഒരു ചെറിയ ദ്വീപ് സമൂഹമാണ്, അതിനോട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. മാത്രമല്ല സ്വീഡൻ്റെ തെക്കേ പ്രവിശ്യയായ സ്കോണയുടെ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരം കൂടിയാണ് കോപ്പൻഹാഗൻ. ഇപ്പോൾ സ്വീഡനെയും ഡെൻമാർക്കിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചെറിയൊരു കടലെടുക്കുന്നുണ്ട്. അതിൻ്റെ പേര് ഒറേസുണ്ട് എന്നാണ്. ഈ ഒറേസുണ്ടിന് കുറുകെ 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാലം നിർമ്മിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ ആ പാലം വന്നതിന് ശേഷം ഒരു റെയിൽ റോഡ് ബ്രിഡ്ജാണ്. ആ പാലം വന്നതിന് ശേഷം സ്വീഡൻ്റെ തെക്കു ഭാഗത്തുള്ളവർക്ക് അവരുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും അവരുടെ യാത്രാ ആവശ്യങ്ങൾക്കുമെല്ലാം സ്റ്റോക്ക്ഹോമിനേക്കാൾ ഉപരി ആശ്രയിക്കാവുന്ന ഒരു നഗരമായി കോപ്പൻഹാഗൻ മാറി. അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്വീഡൻ്റെ തെക്കേ പ്രവിശ്യയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് അന്താരാഷ്ട്ര യാത്രകൾ നടത്തണമെങ്കിൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന വിമാനത്താവളം കോപ്പൻഹാഗൻ്റെ കാസ്ട്രോപ്പ് വിമാനത്താവളമാണ്. സ്റ്റോക്ക്ഹോമിലേക്ക് വളരെയധികം ദൂരമുണ്ട് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഫ്ലൈറ്റിൽ കോപ്പൻഹാഗൻ എയർപോർട്ടിൽ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ പ്ലെയിനിൽ ഇരുന്ന് തന്നെ ഈ ബ്രിഡ്ജ് നിങ്ങൾക്ക് കാണാം. ഈ ബ്രിഡ്ജിനോട് ചേർന്നാണ് ഈ റൺവേയിലേക്ക് വിമാനങ്ങൾ പറന്നിറങ്ങുന്നത്. മനോഹരമായൊരു ആകാശ കാഴ്ചയാണ്. അപ്പോൾ ഇന്ന് കോപ്പൻഹാഗൻ ഡെൻമാർക്കിൻ്റെ തലസ്ഥാനമാണ്. എന്തൊക്കെയാണ് കോപ്പൻഹാഗൻ നഗരത്തിലെ പ്രമുഖ വിനോദസഞ്ചാര ആകർഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. കോപ്പൻഹാഗൻ നഗരത്തിലെത്തുന്നവർ ആദ്യം എത്തിച്ചേരുന്ന സ്ഥലമാണ് നൈഹാവൻ. കോപ്പൻഹാഗനിലെ ഏറ്റവും പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രം, ഒരു പോയിന്റ് എന്ന് പറയാവുന്നത് ഈ നൈഹാവനാണ്. അപ്പോൾ നൈഹാവൻ എന്നാൽ ന്യൂ ഹാർബർ എന്നാണ് അർത്ഥം. പണ്ട് ഡെൻമാർക്കും സ്വീഡനും തമ്മിൽ ഇടയ്ക്കിടെ യുദ്ധമുണ്ടാകുക പതിവാണ്. അങ്ങനെ ഒരു യുദ്ധത്തിൽ 17-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു യുദ്ധത്തിൽ ഡെൻമാർക്ക് വിജയിക്കുകയും സ്വീഡനിൽ നിന്നും ഒരുപാട് യുദ്ധ തടവുകാരെ കോപ്പൻഹാഗൻ നഗരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈ യുദ്ധ തടവുകാരെ ഉപയോഗിച്ചാണ് ഈ നൈഹാവൻ എന്ന പ്രദേശം പണിതുയർത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാവുന്നതാണ് എത്ര മനോഹരമായ കെട്ടിട സമുച്ചയങ്ങളാണ് ഈ പ്രദേശത്തിന് ചുറ്റുമെന്നത്. വളരെ കടുത്ത വർണ്ണങ്ങളിലുള്ള കെട്ടിടങ്ങളാണ്. നിങ്ങൾക്ക് മറ്റ് പ്രദേശങ്ങളിൽ ഇങ്ങനെ കാണുവാൻ സാധിക്കില്ല. അതാണ് നൈഹാവൻ്റെ ഒരു പ്രത്യേകതയും. അപ്പോൾ ഈ നൈഹാവൻ എന്ന് പറയുന്നത് ഈ പ്രധാന തുറമുഖ ഭാഗത്ത് നിന്നുമുള്ള ഒരു ചെറിയൊരു ക്രീക്കാണ്, ഒരു ചെറിയൊരു കനാൽ, ഉന്തി നിൽക്കുന്ന ഒരു കനാലാണ് ഉള്ളിലേക്ക്. അപ്പോൾ ഈ കനാലിന് ചുറ്റും ഇതുപോലെ മനോഹരമായ കെട്ടിടങ്ങളുണ്ട്, കഫേകളുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ വിനോദസഞ്ചാരികൾ ഒരുപാട് ഒഴുകിയെത്തുന്നൊരു സ്ഥലമാണ്. പിന്നെ കോപ്പൻഹാഗൻ്റെ ഏറ്റവും പ്രധാനമായ ആകർഷണം, അല്ലെങ്കിൽ നിങ്ങൾ കോപ്പൻഹാഗനിൽ പോയാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ബോട്ടിങ്ങിന് പോവുക എന്നുള്ളതാണ്. ആ ബോട്ടിങ് ആരംഭിക്കുന്നതും ഈ നൈഹാവനിൽ നിന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ബോട്ടിങ്ങിന് പോകണമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, കോപ്പൻഹാഗൻ്റെ പ്രധാനപ്പെട്ട കെട്ടിട സമുച്ചയങ്ങൾ, ആകർഷണങ്ങൾ, ചരിത്രപരമായും സാംസ്കാരികപരമായും സാങ്കേതികപരമായും എല്ലാം കണ്ടിരിക്കേണ്ട കെട്ടിട സമുച്ചയങ്ങൾ ഈ ബോട്ടിങ്ങിൽ നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ബോട്ടിങ്ങിന് പോയാൽ ഈ പ്രധാന കെട്ടിടങ്ങളുടെ എല്ലാം സമീപം അവ നിങ്ങളെ കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ കോപ്പൻഹാഗൻ നഗരം ആസ്വദിക്കാൻ, അതിൻ്റെ ഒരു പരിച്ഛേദം എന്താണെന്ന് അറിയുവാനുള്ള ഏറ്റവും നല്ല മാർഗം ബോട്ടിങ്ങിന് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിങ്ങിന് പോവാം. എന്തൊക്കെ കെട്ടിടങ്ങളാണ്, എന്തൊക്കെ ആകർഷണങ്ങളാണ് നമുക്ക് ഈ ബോട്ടിങ്ങിൽ കാണാൻ സാധിക്കുക എന്ന് നോക്കാം. കോപ്പൻഹാഗനിലെ ബോട്ടിംഗ് പ്രധാനമായും നൈഹാവനിൽ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം എത്ര ഉയരം കുറഞ്ഞ ബോട്ടുകളാണ്, നീളമുള്ള ഉയരം കുറഞ്ഞ ബോട്ടുകളാണ് കോപ്പൻഹാഗനിലെ ബോട്ടിങ്ങിന് ഉപയോഗിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ഈ കനാലുകളുടെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന ചില പാലങ്ങളുണ്ട് ഇവയ്ക്കിടയിൽ. അപ്പോൾ ഈ പാലങ്ങളെല്ലാം വളരെ ഉയരം
കുറഞ്ഞ പാലങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ ബോട്ട് അതിനടിയിലൂടെ പോകണമെങ്കിൽ തീരെ ഉയരം കുറഞ്ഞ ബോട്ടുകൾക്ക് മാത്രമേ അതിനടിയിലൂടെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില പാലങ്ങൾ വരികയും ഞങ്ങൾ ആ പാലം കൈകൊണ്ട് തൊടുകയും മറ്റും ഉണ്ടായി. അപ്പോൾ എത്രത്തോളം ഉയരം കുറഞ്ഞ കനാലുകളാണ് എന്ന് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ ഈ ബോട്ടിംഗ് തുടങ്ങി ഈ കനാലിൽ നിന്നും പ്രധാന തുറമുഖ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യം വരിക ബ്ലാക്ക് ഡയമണ്ട് എന്നറിയപ്പെടുന്ന ഈ ഗ്രന്ഥശാലയാണ്. ഇത് റോയൽ ഡാനിഷ് ലൈബ്രറിയാണ്. ഇതൊരു ഗ്രന്ഥശാല മാത്രമല്ല, ഇതിനകത്ത് ഓഡിറ്റോറിയങ്ങളുണ്ട്, കോൺസേർട്ട് ഹാളുകളുണ്ട്, പൊതുചടങ്ങുകൾ നടത്തുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ കെട്ടിടത്തിനകത്തുണ്ട്. ഇത് ആധുനിക രീതിയിലുള്ള ഒരു നിർമ്മിതിയാണ്. അപ്പോൾ കോപ്പൻഹാഗനിലെ കെട്ടിടങ്ങളെ നോക്കി കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പുരാതനവും ആധുനികവുമായ രൂപകൽപ്പന രീതികളുടെ ഒരു മിശ്രണമാണ് ഇവിടുത്തെ കെട്ടിടങ്ങൾ. നിങ്ങൾക്ക് പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളും കാണാൻ സാധിക്കും. ഇപ്പോൾ നെയ്ഹാവൻ ഹാർബറിലുള്ള പഴയ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ പുറത്തേക്ക് വരുമ്പോൾ ഇത്തരം ബ്ലാക്ക് ഡയമണ്ട് പോലെയുള്ള ആധുനിക രീതിയിൽ നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങളും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ ബ്ലാക്ക് ഡയമണ്ട് എന്ന ഗ്രന്ഥശാലയുടെ നേരെ എതിർഭാഗത്താണ് ലോകത്തെ ഏറ്റവും ചെലവേറിയ കോൺസേർട്ട് ഹാൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം. കോപ്പൻഹാഗനിലെ കോൺസേർട്ട് ഹാളാണ് ഈ കാണുന്നത്. തികച്ചും നൂതനമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ആധുനികമായ ഒരു കെട്ടിടമാണ് കോപ്പൻഹാഗനിലെ ഈ കോൺസേർട്ട് ഹാൾ. അപ്പോൾ ഈ കോൺസേർട്ട് ഹാളും കഴിഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങിയാൽ വലതുവശത്ത് ഹാൽമൻ എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്, ഒരു ചെറിയൊരു ദ്വീപുണ്ട്. ഈ ദ്വീപാണ് പണ്ട് ഡാനിഷ് നാവികസേനയുടെ ആസ്ഥാനമായിരുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ആ പഴയ നാവികസേനയുടെ ബാരക്കുകളും അവയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ താമസിച്ചിരുന്ന കെട്ടിടങ്ങളും പഴയ കപ്പലുകളുടെ മാതൃകകളും എല്ലാം നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇത് കഴിഞ്ഞാൽ ബോട്ട് എത്തിച്ചേരുക ലിറ്റിൽ മെർമെയ്ഡ് എന്ന് പറയുന്ന ഈ നിർമ്മിതിയുടെ മുമ്പിലാണ്. ഇത് കോപ്പൻഹാഗനിലെ ഒരു പ്രധാന ആകർഷണമാണ്. വളരെയധികം ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ നിർമ്മിതി 20-ാം നൂറ്റാണ്ടിൽ ഒരു ആർക്കിടെക്റ്റ്, അദ്ദേഹം ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സണ് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ ബാലസാഹിത്യ ലോകത്തെ വളരെ പ്രശസ്തമായ ഒരു നാമമാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ എഴുത്തുകളിലെ ഒരു കഥാപാത്രമാണ് ഈ ലിറ്റിൽ മെർമെയ്ഡ്. ആ കഥാപാത്രത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഈ നിർമ്മിതി നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെയധികം പോപ്പുലറായിട്ടുള്ള ഒരു ആകർഷണമാണ് കോപ്പൻഹാഗനിൽ. നിങ്ങൾക്ക് ബോട്ട് മുഖേന അല്ലാതെ റോഡ് മാർഗവും വഴി ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. ഇതും കഴിഞ്ഞ് ബോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഇത് കോപ്പൻഹാഗനിലെ ഉൾപ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരും. അവിടെ നിങ്ങൾക്ക് കാണേണ്ട പ്രധാന ചില കെട്ടിടങ്ങൾ, ഒന്ന് കോപ്പൻഹാഗനിലെ ഏറ്റവും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ കെട്ടിടം ഒരു ഡ്രാഗൺ മാതൃകയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നഗരത്തിൻ്റെ ഉൾപ്രദേശത്താണ് ഏകദേശം. അപ്പോൾ ഈ കനാലുകളിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ ഈ കനാലുകളിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ വിട്ടുപോയ മറ്റൊന്നാണ് കോപ്പൻഹാഗനിലെ രാജകൊട്ടാരം. അമാലിയൻബോർഗ് എന്നാണ് കോപ്പൻഹാഗനിലെ ഈ രാജകൊട്ടാരത്തിൻ്റെ പേര്. ഇത് 4 കെട്ടിടങ്ങളടങ്ങുന്ന, ചത്വരാകൃതിയിലുള്ള 4 കെട്ടിടങ്ങളടങ്ങുന്ന ഒരു സമുച്ചയമാണ്. ഒരു മനോഹരമായൊരു നിർമ്മിതിയാണത്. ഇതിന് നടുവിലൂടെ ഒരു പാത കടന്നു വരുന്നുണ്ട്. ഈ 4 കെട്ടിടങ്ങളുടെയും മധ്യത്തിൽ ഫ്രെഡറിക് 5-ാമൻ്റെ, ആ രാജാവിൻ്റെ ഒരു പ്രതിമയുമുണ്ട്. അപ്പോൾ ഈ രാജകൊട്ടാരം നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് സന്ദർശിച്ച് കാണുവാവുന്ന ഒന്നാണ്. ഞങ്ങളിത് ബോട്ടിങ്ങിന് വന്നപ്പോൾ പുറമേ നിന്ന് കാണുക മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഈ കൊട്ടാരത്തിനകത്ത് കയറി കാണുവാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങൾ ബോട്ടിംഗ് കഴിഞ്ഞ് നൈഹാവനിൽ തിരിച്ചെത്തിയ ശേഷം അവിടെ അടുത്തുള്ള ചില പ്രദേശങ്ങളിൽ നടക്കാൻ ഇറങ്ങുകയുണ്ടായി. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് റോയൽ ഡാനിഷ് തിയേറ്റർ. ഞാൻ നേരത്തെ കാണിച്ച കോൺസേർട്ട് ഹാൾ അത് നിർമ്മിക്കുന്നതിന് മുമ്പ് പ്രധാനമായും ഈ കച്ചേരികളും മറ്റും നടന്നിരുന്ന സ്ഥലമാണ് ഈ റോയൽ ഡാനിഷ് തിയേറ്റർ. നൈഹാവനിൽ നിന്നും നിങ്ങൾ ഈ ജലാശയത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നാൽ ഇപ്പോൾ അവിടെ പുതുതായി ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം സന്ദർശിക്കുമ്പോൾ അതുണ്ടായിരുന്നില്ല.
ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം അത് കോപ്പൻഹാഗൻ സന്ദർശിച്ചപ്പോൾ ഈ പാലം കണ്ടു. അപ്പോൾ ഇത് കാൽനടക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും മാത്രമായിട്ടുള്ള ഒരു പാലമാണ്. ഈ പാലത്തിന് മേലെ നിങ്ങൾ നടന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ വിവരണത്തിൽ പറഞ്ഞ കെട്ടിടങ്ങൾ കുറേയൊക്കെ ഇവിടെ നിന്ന് കാണാവുന്നതാണ്. കോപ്പൻഹാഗൻ നഗരത്തിൻ്റെ മനോഹരമായ ഒരു കാഴ്ച, ഒരു ആകാശത്ത് നിന്ന് നോക്കി കാണുന്ന ഒരു പ്രതീതി പോലെ മനോഹരമായൊരു കാഴ്ച നിങ്ങൾക്ക് ഈ പാലത്തിന് മുകളിൽ നിന്നും കാണാം. ഈ പാലം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. നിങ്ങൾ കോപ്പൻഹാഗനിലെ സ്ട്രീറ്റ് ഫുഡ്, തെരുവോര ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ അതിന് പറ്റിയ സ്ഥലമാണ് ഈ പാലം കഴിഞ്ഞ് ഇറങ്ങി എത്തിച്ചേരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നൈഹാവൻ ഭാഗത്ത് നിന്ന് ഒരു സൈക്കിൾ വാടകയ്ക്കെടുത്ത് ഈ പ്രദേശങ്ങളിൽ മുഴുവൻ സൈക്കിൾ സവാരിക്ക് പോകാവുന്നതാണ്. നല്ല മനോഹരമായൊരു പ്രദേശമാണ്. നിങ്ങൾ നല്ല സൂര്യപ്രകാശമുള്ള ദിവസമാണെങ്കിൽ ഒരുപാട് പേര് ഈ കടൽ തീരത്ത് കാറ്റ് കൊള്ളാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ നൈഹാവനിൽ നിന്നും കോപ്പൻഹാഗൻ ടൗൺ ഹാൾ വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ ഷോപ്പിംഗ് പാതയാണ് സ്ട്രോഗെറ്റ്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഷോപ്പിംഗ് സ്ട്രീറ്റുകളിൽ ഒന്നാണ്. ഇവിടെ വാഹനങ്ങൾ അനുവദനീയമല്ല, കാൽനടക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. വളരെ തിരക്കേറിയ ഒരുപാട് വിദേശ സഞ്ചാരികൾ വന്നു പോകുന്ന ഒരു തെരുവാണ് സ്ട്രോഗെറ്റ്. നഗരത്തിലെ ചില പ്രധാന സ്ക്വയറുകളും പഴയ ചില ഫൗണ്ടനുകളും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ റൂട്ടിലാണ്. ഞങ്ങൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ഒരല്പം ചിലവേറിയ തെരുവാണ്. നിങ്ങൾക്ക് ലോ ബഡ്ജറ്റ് ഷോപ്പിംഗ് ഇവിടെ ചെയ്യുവാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അന്താരാഷ്ട്ര ബ്രാൻഡുകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു തെരുവാണ് സ്ട്രോഗെറ്റ്. ഞങ്ങൾ സ്ട്രോഗെറ്റിലൂടെ നടന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ട് ടൗൺ ഹാളിലെത്തി. ടൗൺ ഹാളും കടന്ന് എത്തിച്ചേർന്നത് കോപ്പൻഹാഗനിലെ വളരെ പ്രശസ്തമായ മറ്റൊരു സ്ഥലത്താണ്, ടിവോളി ഗാർഡൻസ്. ഇത് വളരെ പ്രശസ്തമായൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ രണ്ടാമത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് കോപ്പൻഹാഗനിലെ ടിവോളി ഗാർഡൻസ്. ഇവിടെ നിങ്ങൾക്ക് ഏകദേശം ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കാനുള്ള അത്രയും ഉണ്ട്. നിങ്ങൾ കുടുംബത്തോടൊപ്പം ഒരു പിക്നിക്ക് പോലെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായിരിക്കും ഈ ടിവോളി ഗാർഡൻസ്. അപ്പോൾ കുട്ടികളോടൊത്തൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അവർക്ക് കളിക്കുവാനും നേരം പോകുവാനുമുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിനകത്തുണ്ട്. ഞങ്ങൾ ഏകദേശം ഉച്ചതിരിഞ്ഞാണ് അവിടെ എത്തിയത്. ഏകദേശം 2 മണിക്കൂറോളം അതിനകത്ത് ചെലവഴിക്കുകയുണ്ടായി. ഞങ്ങൾ 2 തവണയായാണ് കോപ്പൻഹാഗൻ നഗരം സന്ദർശിച്ചത്. അപ്പോൾ ആദ്യത്തെ തവണ പോയപ്പോൾ ഒരു ദിവസം മാത്രമാണ് നഗരത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പോരുന്നതിന് മുമ്പ് ഈ ഒരു ബിൽഡിംഗ് കൂടെ, ഈ ഒരു കെട്ടിടം കൂടെ ഞങ്ങൾ കാണുകയുണ്ടായി. SAS സ്കാൻഡിനേവിയൻ എയർലൈൻസിൻ്റെ ഓഫീസാണ്. കോപ്പൻഹാഗൻ സെൻട്രൽ സ്റ്റേഷന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്കാൻഡിനേവിയൻ എയർലൈൻസിൻ്റെ ഓഫീസ്. ഞങ്ങൾ 2ാമത്തെ തവണ വരുമ്പോൾ ഞങ്ങൾ അധികവും ഈ നൈഹാവൻ ഭാഗത്ത് ആണ് സമയം ചെലവഴിച്ചത്. മനോഹരമായ ഒരു നഗരമാണ് കോപ്പൻഹാഗൻ. ഇപ്പം നമ്മൾ കോപ്പൻഹാഗൻ നഗരം ഏകദേശം മുഴുവൻ കണ്ടു കഴിഞ്ഞു. ഇനി പഴയൊരു സിനിമാ ഗാനമുണ്ട്. പ്രിയദർശൻ തെലുങ്കിൽ ഒരു ചിത്രം ചെയ്തിട്ടുണ്ട്, ഗാന്ധിവം. ആ ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിലെത്തുന്ന ഒരു ഗാനരംഗമുണ്ട്. ആ ഗാനം പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നത് കോപ്പൻഹാഗൻ നഗരത്തിലാണ്. നൈഹാവനിൽ നിന്ന് തുടങ്ങി ടിവോളി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചിത്രീകരണമാണ് ആ ഗാനത്തിലുടനീളം. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ ചേർക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.